ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും AJR ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഉദയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒഡീസയിലുള്ള ഒരു ഉദയമാണ്. നേരം വെളുത്തു. ഞങ്ങൾ 6:30 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി. ഞങ്ങളുടേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. ആ സമയത്ത് നല്ലൊരു ഷോട്ട്, ഉദയം ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു ഷോട്ട് എടുക്കണം തോന്നി എടുത്തു. വേറെ എന്തൊക്കെയാണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ കാണുന്നത് ഒഡീസയിലുള്ള കുറേ ഭാഗങ്ങളാണ്. നല്ല നല്ല എന്താ പറയുക, ഉൾപ്രദേശങ്ങളാണ്. നാട്ടുംപുറം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഉൾപ്രദേശങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡുകളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മളെ നാട്ടിലും ഉണ്ടാവും, പക്ഷെ വണ്ടികൾ പോലെന്ന് മാത്രം. ഈ പാടത്തിൽ കൂടെ ഉണ്ടാവും, പരിസരം കണ്ടോ. പറഞ്ഞൊക്കെ മനസ്സിലായിട്ടോ വിചാരിക്കണം. സ്ട്രൈറ്റാ ഇതാണ് ഈ നാടിൻ്റെ പ്രത്യേകത കണ്ട. ഓക്കെ, ഫുൾ റൗണ്ട്. അപ്പോൾ ഞങ്ങൾ റോഡ് അവസാനിച്ചിട്ടോ. റോഡ് അവസാനിച്ചപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി, ഞങ്ങൾ നടക്കൽ തുടങ്ങി. ഓക്കെ, ഞങ്ങൾ വണ്ടി ഇതാ കിടക്കുന്നു കേട്ടോ. ഞങ്ങൾ റോഡോടെ അവസാനിക്കുകയാണ്, പിന്നെ നിവർത്തിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ ഞങ്ങൾ നടക്കൽ തുടങ്ങി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ നാട്. ഈ നാട്ടിലും ഉണ്ട് ആൾക്കാർ ജീവിക്കുന്നത്. അവർ വളരെ ലാവിഷായിട്ട് അടിപൊളിയായിട്ട് അവരെ കുളിക്കണ സ്ഥലം, അവരെ ബാത്റൂമും അവരെ വീടൊക്കെ കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോയി. എങ്ങനെയാണ് ഇവർ ജീവിക്കണമെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഒരു കാലത്ത് നമ്മളെ നാട്ടിലും അങ്ങനെ ജീവിച്ചിരുന്നു. ഓക്കെ, എൻ്റെ അനുഭവത്തിലില്ലെങ്കിലും പറഞ്ഞു കേട്ടതായിട്ട് അറിവുണ്ട്. കക്കൂസൊന്നും ഉണ്ടായിരുന്നില്ല, വെളിയിൽ പോയിട്ട് പറമ്പിൽ പോയിട്ട് മറക്കിരിക്കുക, അങ്ങനെ ആ പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒക്കെ സൗകര്യങ്ങളായി. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ഒരു പ്രോബ്ലം പോലെ. ഞങ്ങൾ ഇന്നലെ റൂം എടുത്ത് താമസിക്കുകയാണ് ചെയ്തത്. ടൗണിൽ പോയി റൂം എടുത്ത് അടിപൊളി താമസിച്ചു. പകൽ നേരം കുറച്ച് ടെൻറ്റൊക്കെ അടിച്ചിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടാണ്, രസമാണ് കേട്ടോ. അവരുടെ ജീവിത രസമാണ്. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കൂളിയും കക്കൂസിയും പോവുക. അത് രണ്ട് കാര്യം ഭയങ്കര ഒരു റിസ്ക്കാണ്. ഡ്രൈവാണ്. വീഡിയോയെങ്കിലും കിട്ടട്ടെ. പറയാൻ പറ്റില്ല. ആ സൂപ്പർ ഫോട്ടോ ഉണ്ട്. സെൻറ്ററല്ല, സൈഡും സെൻറ്ററായിട്ട് അങ്ങനെ പിടിച്ച് സെൻറ്റർ പോകട്ടോളേ. ക്ലിയർ ആണ് ഗ്രൗണ്ട് കണ്ടീഷൻ. ഇപ്പൊ ഗ്രൗണ്ട് കണ്ടെങ്കിൽ ടച്ച് ചെയ്തിട്ട് പോകുന്നത്. എന്തായാലും പോന്ന് കണ്ട ഒരു ഉൾക്കാട്ടിലാണ് എത്തിയിട്ടുള്ളത്. വണ്ടി ഇവിടെ നിർത്തി ഞങ്ങളിവിടെ ടെൻ്റ് അടിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, ഇവിടെ ടെൻ്റ് ഉണ്ട്. നല്ല രസമായിട്ടുള്ള സ്ഥലം. ഉള്ളിൽ നാളാട്ടോ. റോഡിൻ്റെ ഒക്കെ ഒരു കോലം കണ്ടില്ലേ, ഈ വീതി. നമ്മളവിടത്തൊക്കെ എന്താ പറയുക, കുന്നിൻ്റെ മുകളിലൊക്കെ പോകുന്ന ചെറിയ ചെറിയ റോഡുകളുണ്ടാവില്ല, അതേപോലത്തെ ചെറിയ റോഡ്. പാടം, പ്രകൃതി ഇക്കൊന്നും കാണാനില്ല, കണ്ണ് കാണില്ല. അതായത് വെയിലാണ് അവിടെ കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ഈ തണലത്ത് നല്ല മുളൻ്റെ ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ ഈ തണലത്ത് നമ്മളിവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ,
ഞങ്ങൾ ടെൻ്റ് ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് ടെൻ്റ് സെറ്റ് ചെയ്തു. അവിടെ സനുള്ളിലുണ്ടോ? യെസ്. ഞാൻ ഉള്ളിൽ കയറട്ടെ. ഹലോ, ഇതിപ്പോ ആരാ ഈ ടെന്റിന്റെ ഉള്ളില്? ഏണ്ട് സംഭവം സെറ്റപ്പാണ്. രണ്ടാൾക്ക് ഇതിപ്പോ ഞാനിവിടെ കിടക്കുന്നു, ഇനി ഒരാൾക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാം, രണ്ടാൾക്ക് സുഖമായിട്ട് കിടക്കാം. ഇനിയിപ്പോ ഇങ്ങനെ കിടക്കാന്നുണ്ടെങ്കിൽ മൂന്നാൾക്ക് കിടക്കാം. പക്ഷെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ലെങ്ത് എത്തൂല, ഇങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്ക് എത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരാൾക്കും കൂടി ഇവിടെ സുഖമായിട്ട് കിടക്കാം, രണ്ടാൾക്ക് ഇങ്ങനെ കിടക്കാം. പിന്നെ ഞാൻ പുതപ്പൊക്കെ വണ്ടിയിലുണ്ട്, അതുകൊണ്ടെങ്കിൽ ഉഷാറായി. നമ്മൾ ആ ഫാനും ലൈറ്റും കൂടി എടുത്തിക്കുന്നത് അടിപൊളിയായി. ഒരു റൂം എടുക്കണ്ട അല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഒരു ഏരിയ കിട്ടിയപ്പോൾ, അതായത് നല്ലൊരു പ്രകൃതിയോട് ഒത്ത് നല്ല തണല് പരിസരം പ്രശ്നമില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ ടെന്റ് അടിച്ച വണ്ടിയിൽ കടന്നു ടെന്റ് ഞങ്ങൾ റൂം എടുക്കുക ചെയ്തത്. ഇന്നലെ വെറുതെ 4000 രൂപയ്ക്ക് റൂം എടുത്തു, വെറുതെ അല്ലേ? ഞങ്ങൾ റൂം എടുക്കുക ചെയ്തത്. പക്ഷെ ഇങ്ങനെ ഉണ്ടായാൽ മതി. പക്ഷെ ഇത് നല്ല രസമല്ല. പക്ഷെ നമുക്ക് റോഡ് സൈഡിലൊന്നും ടെന്റ് അടിക്കാൻ പറ്റില്ലോ. ഇത് ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് കയറി, ഒരു നാടൻ പ്രദേശം. അപ്പോൾ അവിടെ അപ്പുറം നോക്കിയ പാടവും ഇവിടെ നല്ല തണലും മോളെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി വണ്ടി നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ടെന്റ് അടിച്ചു. 5 മിനിറ്റിന്റെ കേസുള്ളൂ. ഞാനൊന്നുകൂടെ ഞാൻ ടെന്റിൽ സുഖമായിട്ട് കിടക്കുകയാണ്. ഓക്കെ, ഇത് അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് ഞാൻ കിടക്കുന്ന സ്ഥലത്ത്. ഇനി ഇവിടെ ഒരാൾക്ക് തല വെച്ചിട്ട് ഇങ്ങനെ അവിടെ കിടക്കാനുണ്ടാവും. ഒരാൾക്ക് ഫുൾ അവിടെ ഏരിയ ഉണ്ട്. ഞാൻ ഫുൾ കാല് നീട്ടിയിട്ടാണ് കിടക്കുന്നത്. വേണ്ട കാല് അവിടെ അടിവരെ കാല്. ഓക്കെ, ഫുള്ള് നീട്ടിയിട്ട് സുഖമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ഇങ്ങനെ കുടിയ കള്ളിക്കൊക്കെ സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് വണ്ടി നിർത്തി. ഇവിടെ നല്ലൊരു ഏരിയ കണ്ടു, ഈ നല്ലൊരു ഉൾപ്രദേശത്ത് കൂടെ പോകുന്നത്. അപ്പോൾ പാടവും പിന്നെ മലകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഇത്. അതിൻ്റെ സൈഡിൽ നല്ല മുളൻ്റെ ഒരു തണലും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വണ്ടി തളർന്ന് നിൽക്കും. ഞങ്ങൾക്കും കുറച്ച് റെസ്റ്റ് എടുക്കാൻ ചിട്ടിങ്ങനായിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്തതാണ്. എന്തായാലും 2 മണിക്കൂറൊന്ന് കയ്യും കല്ലും നീട്ടൊന്ന് കിടക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങള് ചെന്നൈയിലേക്ക് എത്തി തുടങ്ങി. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും? 200 കിലോമീറ്റർ ടൺസ് ഓടിച്ചിട്ട്. അല്ല, ഇനി ചെന്നൈക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 160 കിലോമീറ്ററോളം നമുക്ക് ചെന്നൈക്ക് നമ്മള് ബാലൻസിന്റെ തമിഴ്നാട് കയറാൻ. നമ്മളിപ്പോഴും ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് ഇപ്പൊ സമയം 10:15. രാത്രി ഫുള്ള് ഡ്രൈവ് ചെയ്തു. ഇങ്ങനെ ആള് മാറി ഞങ്ങൾ ഇതുവരെ എത്തിച്ചു. ഇപ്പൊ 4 പേര് ഞങ്ങൾ നീച്ചു, കാരണം വർക്കൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ യാത്രകൾ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഒരു 200 കിലോമീറ്റർ 150-160 കിലോമീറ്റർ ഓടുമ്പോഴേക്കും നമ്മൾ ചെന്നൈ കവർ ചെയ്യും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 10 മണിക്കൂറിന്റെ യാത്ര വീണ്ടും നമുക്ക് ബാലൻസ് നിൽക്കാം. ഓക്കെ, ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സനുവാണ്. ക്യാമറമാൻ അബ്ദുൽ ഗഫൂറിനോടൊപ്പം നമ്മൾ ചിരിക്കൊടുത്ത അംസു, ഇവരൊക്കെ ബാക്കിൽ ഒഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ അങ്ങനെ റോഡ് പണി നടക്കുകയാണ്. മൊത്തത്തിൽ ബ്ലോക്കാണ്. ഇതുവരെ സ്പീഡിലൊക്കെ അങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയത്. ഇവിടെ പണി നടക്കുകയാണ്. ഈ റോഡിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രക്കുകളാണ് കൂടുതൽ. അപ്പോൾ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ വലിയ പെടല, ഒന്നും കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഞങ്ങൾ പെടും. അപ്പോൾ ഇവിടെ റോഡ് അപ്പുറത്ത് പാലം പൊട്ടിയിട്ട് അതിൻ്റെ റീവർക്ക് നടക്കണോണ്ട് ഈ ഒരു ട്രാക്ക് തന്നെ അത് 1 വേ ആക്കിക്കുകയാണ്. അതാ പാലം അവിടെ പൊട്ടി കണ്ടതാ. ആ പാലം പൊട്ടിയതാണ്. ഓക്കെ, സംഭവം പാലം പൊട്ടി വീണ് കിടക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഈ റോഡാണ് മൊത്തത്തിൽ യൂസേജ് തരുന്നത്. പൊട്ടി കിടക്കും പാലം. ഓക്കെ, വർക്ക് നടക്കുന്നുണ്ട്. അതായത് JCB മറ്റുള്ള എല്ലാവിധ മെഷീനുകളോടെ ഉണ്ട്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കിൽ വിട്ടെടുക്കാം. മുന്നിലതാ ലോറി പോകുന്നു. അപ്പോൾ 2 വണ്ടിക്കുള്ള ശരിക്കുള്ള വീതി ഇല്ലതാണ്. ഈ വിഭാഗത്ത് ഫുള്ള് കണ്ടോ പാടങ്ങളാണ്, നെൽപ്പാടങ്ങൾ. ഓക്കെ, ആ ബോർഡ് തള്ളത് 135 കിലോമീറ്റർ കാണുന്നുണ്ട്. 135 കിലോമീറ്റർ ചെന്നൈ, 454 കിലോമീറ്റർ തിരുച്ചാപ്പള്ളി, മധുരൈ, കന്യാകുമാരി. അങ്ങനെ 4 ബോർഡ് കണ്ടില്ലേ. അതൊക്കെയാണ് ഇപ്പോൾ യാത്ര. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ 5 കിലോമീറ്റർ പോകുന്ന കൂടിയില്ല, കുറച്ചുകൂടെ ഓടില്ല. അതിനെ കിടക്കുക 135 ബാലൻസ് ഉണ്ട്.
ഹലോ, അപ്പൊ ഞങ്ങളിതാ ചെന്നൈയിൽ എത്തിട്ടോ. ചെന്നൈയിൽ അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. അതൊരു അരമണിക്കൂറായി ഞങ്ങളിപ്പോ ട്രാഫിക്കിൽ കയറിയിട്ട്. ഞാൻ ഇപ്പോഴാണ് റെക്കോർഡിങ് ഓണാക്കാം, മറന്നുപോയതാ. ഞങ്ങള് ചെന്നൈ മറൈൻ ബീച്ചിലൊന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പോ ജസ്റ്റ് സിറ്റിക്ക് കയറി. ഭയങ്കര ബ്ലോക്ക് തന്നെ, ഭയങ്കര ബ്ലോക്ക്. ഓരോ സിഗ്നലിൽ ഒരു 6-7 മിനിറ്റ് ഒക്കെയാണ് ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നത്. എന്തായാലും പിന്നെ ഒരു 23 കിലോമീറ്റർ കൂടി റൺ ചെയ്താലും നമ്മൾ മറൈൻ ബീച്ച് എത്തും. നമുക്ക് നേരടാ 23 കിലോമീറ്റർ കൂടി റൺ ചെയ്യണം. മറൈൻ ബീച്ചിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ അങ്ങനെ ഏതായാലും ഇറങ്ങിയതല്ലേ. വീട്ടിൽ എത്തുമ്പോൾ എന്തായാലും രാത്രി 1 മണി 2 മണിയൊക്കെ കാണിക്കണം. അപ്പോൾ ഞാൻ 2 മണി എന്നുള്ളത് ഇനി 3 മണിയായാലും കുഴപ്പമില്ല. നമ്മളെ മറൈൻ ബീച്ചും കൂടി ഒന്ന് പോവാന്ന് വിചാരിച്ചു. നല്ല ബ്ലോക്കാണ്. ഒറ്റക്ക് ഇരുന്ന് തിന്ന് നോക്കിയോക്ക്. തീറ്റ ഭ്രാന്തൻ. ജിന്ദഗി ഈ ചെന്നൈനെ കുറിച്ച് താങ്കൾക്ക് എന്താ അറിയാം? അപ്പൊ താങ്കൾ അതിനെ കുറിച്ച് നല്ല ബൂസ്റ്റ് ചെയ്തിട്ട് കടപ്പുറം വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം എവിടെയാണ്? അത് കൊറേ പോണം. എവിടെയെങ്കിലും പാർക്കിംഗ് സൗകര്യം അല്ലല്ല, എങ്ങോട്ട് ഫുട്പാത്താണ്, ആൾക്കാർക്ക് നടക്കാനുള്ളതാണ്. അല്ല, ഇവിടെ നമുക്ക് മറ്റേ ബീച്ച് ഉണ്ടോ? വണ്ടി ഡ്രൈവ് ചെയ്യാൻ ബീച്ച് കണ്ണൂരുണ്ടോ? അത് പൊയ്പ്പിലങ്ങാടി. ശരിക്കും കടലിന്റെ ഇതിക്ക് വണ്ടി ഓടിക്കേ താവൂല. അവിടുത്തെ മണ്ണ് അങ്ങനെ സ്റ്റെറ്റാ. ഏത് കാറും ബൈക്കും ഒക്കെ മണൽ കൂടെ ഓടിക്കുക, താവൂല. അതെന്താ? കണ്ണൂരാണ്. അത് അവിടുത്തെ മണ്ണിന്റെ വെള്ളത്തിന്റെ ഒരു പവറാണ്. മണ്ണങ്ങനെ സെറ്റായി നിൽക്കും, സിമെന്റ് പോലെ. താവണില്ല. കറക്കൊക്കെ ചെയ്യല്ലോ. കറക്കൊക്കെ ചെയ്യാം. താത്തന്നെ പോട്ടെ. ഓഫ് സ്മെല്ലുള്ളിൽ കയറും. ഓഫല്ലേ? അങ്ങനെ മക്കളെ മറൈൻ ബീച്ചില് അവിടെ ബ്ലോക്കാണ്. ആ പേരൊക്കെ കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ ഓപ്ഷൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളവിടെ കയറില്ല. ഞങ്ങൾ വണ്ടിയിൽ നേരെ കടപ്പുറത്ത് ഇങ്ങോട്ട് പോകും. അവിടെ നല്ല ഫുട്പാത്തും ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഫോട്ടോ എടുത്തിട്ട് പോയത്. ബട്ട് നോ ചാൻസ്. അവിടെ ഒക്കെ ലോക്കാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിക്കണല്ലോ. ഇങ്ങനെയല്ല ഇവിടെ നല്ലത്. ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിൽ വണ്ടി നിർത്താമല്ലോ. ഇവിടെ ഇറങ്ങിയാലോ അത് നോ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഒക്കെ നിൽക്കല്ലോ വണ്ടികൾ. ഇവിടെ ഇറങ്ങിയാലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഞങ്ങൾ മറൈൻ ബീച്ചിൽ അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നേരെ മുമ്പോട്ട് വന്ന് എന്താ ഇവിടെ ആൾട്ട് ചെയ്തു വണ്ടി. എന്താ നിൽക്കുന്നത് ഞങ്ങളുടെ വണ്ടി. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ വെറുതെ കടപ്പുറത്തേക്കൊന്ന് ഇറങ്ങി. കടപ്പുറത്ത് കടലും കണ്ട് ലേശം നേരം അത് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് യാത്ര. ഓക്കെ, കണ്ടിന്യൂ ആയിട്ട് വണ്ടി ഓടിക്കല്ലേ. കടലിറമ്പണ ശബ്ദം കേൾക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ. ഞങ്ങൾ കടപ്പുറത്ത് വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. തിരിച്ചു പോവുകയാണ്. കാരണം ഈ ഉച്ച നേരത്തെ സമയം ഓൾമോസ്റ്റ് 1:30 മണി. ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ലഞ്ച് കഴിക്കണം. ഏതായാലും ഇവിടെ വന്നതല്ലേ, ആ സ്ഥിതിക്കൊന്നും ഇവിടെ വന്നുള്ളൂ. ഞങ്ങൾ മറൈൻ ബീച്ച് ആയിരുന്നു പ്ലാനിങ്. പക്ഷേ മറൈൻ ബീച്ച് അടച്ചിട്ടിരിക്കണം. അവിടെ പാർക്കിങ്ങിലേക്കൊന്നും വണ്ടി കയറ്റുന്നില്ല. പിന്നെ എവിടെയെങ്കിലും വണ്ടി നിർത്തി നടന്നു പോയി വരുമ്പോഴേക്കും വണ്ടി ചിലപ്പം ട്രാഫിക് പോലീസ് എടുത്തോണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നു കടപ്പുറത്ത് കുറച്ച് നേരം. എന്താ നമ്മളെ വണ്ടി നിൽക്കണം. വണ്ടീൻ്റെ കോലം കണ്ടില്ലേ? ആകെ കൊളായി കിടക്കാം. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചലിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് നമുക്ക് നമ്മളെ നാട് ലക്ഷ്യം ചെയ്ത് ഒരു 10 മണിക്കൂർ, 10 to 12 മണിക്കൂർ, രാത്രി 2 മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം എത്തും. ഓക്കെ അല്ലേ സനുവോ? ലഞ്ച് കഴിച്ച് ഒരു ഗുൽഫിയൊക്കെ മേടിച്ചു. അവിടെ ബാക്കിലത്തെ ആൾക്കാർക്ക് ഗുൽഫി കിട്ടിയില്ലേ? എല്ലായിടത്തും ഗുൽഫിമയാണ്. ഞങ്ങളിപ്പോൾ കൃഷ്ണഗിരിയാണ് മാപ്പ് എടുക്കുന്നത്. 210 കിലോമീറ്റർ ഉണ്ട്. ആ 210 കിലോമീറ്റർ എൻ്റെ ടാർഗറ്റ്. പക്ഷെ ഞാനൊരു 105 കിലോമീറ്റർ ഓടിക്കോളും. 105 മിനിറ്റ് കൊടുക്കും. ഞാൻ വയസ്സനല്ലേ, അത്രയൊക്കെ പറ്റുള്ളൂ. എല്ലാവരും ഇങ്ങോട്ട് തരി. ഞാനിപ്പോൾ 1200 കിലോമീറ്റർ ഓടിച്ചു.
എത്ര 1200. ഇത് പാകത്തിൽ തള്ളിണ്ട് തന്നോ, ചെറുതായിട്ട് തള്ളു. ഈ ജാതി തള്ളി കഴിഞ്ഞാൽ വണ്ടി കാറ്റത്ത് പോകും. ഇല്ലല്ല, ഞാൻ ഇനി അടുത്ത പ്രാവശ്യം മുതലേ ഇത് നോട്ട് ചെയ്ത് നോക്കും ഞാൻ ഓടിക്കണേ. അതായത് ഞാനൊരു 500 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ടോ ഉറപ്പല്ലേ. ഫസ്റ്റ് നൈറ്റ് ഞാൻ ഓടിയത് 340. 500 ഓടിയിട്ടുണ്ടാവും. അതെന്തായാലും ഞാൻ ഓടിയില്ല. ഞാൻ എന്റെ പോലെ കണക്ക് പറയണതോ ഇല്ലെങ്കിൽ വേറെ പിടിക്കണമെന്നില്ല. ഞാൻ വയസ്സാണ്, എനിക്ക് കുറച്ച് ഓടിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞാനാണല്ലോ നിങ്ങൾക്ക് ആകെ കൂടി അല്ല അംശോ ഉമ്മറ, നിങ്ങൾക്ക് എനർജി തരുന്ന ആരാ? ഞാനല്ലേ. ഇവർക്കൊക്കെ എനർജി കൊടുക്കണം ഞാൻ. പുതിയ പുതിയ ട്രിക്സുകൾ, പുതിയ പുതിയ പ്ലാനുകള്. എന്നിട്ട് ഈ വണ്ടി ഞാൻ തന്നെ ഓടിക്കണം, ഗുൾഫി ഞാൻ തന്നെ തിന്നണം. വലിയ റിസ്ക് ആട്ടോ, വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ അല്ലാ, കഷ്ടകാലം കഷ്ടകാലം, എന്റെ ഒരു കഷ്ടകാലം. ഞാനിത് ഏറ്റെടുത്ത് നോക്കുമ്പോ ഫുൾ ബ്ലോക്ക്. നിങ്ങൾ കാണാണ്ട ഫ്രണ്ടില് ഫുള്ള് ബ്ലോക്ക്. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഞാനിതിൽ കിടന്ന് ഇങ്ങനെ ഉരുളണ്. കാരണം ഒരു രക്ഷയില്ല, ബ്ലോക്ക് തന്നെ അജാതി ബ്ലോക്ക്. മാപ്പിൽ നോക്കുമ്പോൾ ഒരു 20 മിനിറ്റും കൂടി ഈ ബ്ലോക്ക് തന്നെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടി ഒരു ചെങ്ങായി വന്നിട്ട് ഗ്ലാസ് തട്ടി പോവുകയും ചെയ്തു. ഒന്നും പരിക്കൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഒരെണ്ണൻ. പിന്നെ ഓൻ സോറിയൊക്കെ പറഞ്ഞ പേര് നമ്മൾ വിട്ടു. 2 മഹാന്മാര് സുഖമായിട്ട് കടാലോ ഈ ഉറങ്ങണ ആൾക്കാരൊന്നും നീച്ചാണ്. ഇത് ശരിയാവില്ല, ഇത് ഞാൻ ഫൗളാണ്. ഇന്നങ്ങൾ വണ്ടി ഏൽപ്പിക്കും. ഒന്നൊരുക്ക റോഡ് മോശമുള്ള സമയത്ത്, അല്ലെങ്കിൽ ബ്ലോക്കുള്ള സമയത്ത്. ക്യാമറമാൻ സനൂപിന്റെ ഒപ്പം ചിരി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിരി കൊടുക്കാം, ഒന്ന് നീച്ചാണ്. ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഇത് ഫൗളാണ്. നിങ്ങൾ ഇന്നെ വണ്ടി ഏൽപ്പിക്കുമ്പോ ഒക്കെ റോഡ് ബ്ലോക്കിലോ അല്ലെങ്കിൽ റോഡ് കുട്ടിയും കുഴിയും കൊണ്ടുള്ളടത്തൊക്കെ തരുന്നത്. അത് ചോദിച്ചു മേടിച്ച് നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചു വന്നില്ല, ഗഫ്ര കുറച്ച് നിങ്ങൾ ഓടിക്കുന്നതന്നെ. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു പണി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് പടച്ചോല ഞാന് അല്ല ചിരിക്കുടുക്ക അജാതി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക ബ്ലോക്ക്. 20 കിലോമീറ്റർ ബ്ലോക്ക് ഉണ്ട് ഇത്ര. 20 കിലോമീറ്റർ ഈ ബ്ലോക്കാണ്. എടാ ചിരിക്കുടുക്ക നീച്ചാ ഒരു പോളെ കണ്ടടച്ചിട്ടില്ല. സുഖമായിട്ട് ഉറങ്ങിയത് കൂർക്കമ്പലി ഒന്നും കിട്ടി. ഇപ്പൊ ഉറങ്ങി അറിഞ്ഞിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു വണ്ടി തട്ടി അറിഞ്ഞു. നമ്മളെ വണ്ടി മറ്റേ ഗ്ലാസിന്റെ മുദ്ദമോള് ഒരു എന്താ പറയാ മഹേന്ദ്രന്റെ ചങ്ങായി XUV അടിച്ചു പോയി. അല്ല അത് പറ്റിയ സോറി പറഞ്ഞപ്പോ നമ്മള് വിട്ടു. ഓൻ കൈകൊണ്ട് ഇങ്ങനെ അങ്ങനെ ആക്കി. അപ്പൊ പിന്നെ അല്ല മര്യാദ അല്ല, ബ്ലോക്കില്ലെങ്കിൽ ഓൻ അങ്ങനെ പോവില്ലല്ലോ. നമ്മളോനെ പിന്നാലെ പോവില്ല. അത് ശരി, നമ്മളത് ആക്സിഡന്റും ബ്രേക്ക് ഒന്നും ഇല്ലേ. പക്ഷെ ഓന്റെ അടുത്തേക്ക് എത്തി പോകുന്ന മാസ്ലീഷ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് വിട്ടു. എന്താണെങ്കിലും ഞാൻ കുടുങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പിരാന്താണ് ഈ ട്രക്കിന്റെ ബാക്കിൽ നിൽക്കുന്നത്. ഇപ്പൊ നോക്കും 2 പുറം ട്രക്ക്. നിങ്ങളെ 105 ഓടിക്കുന്നല്ല, 105 ഞാൻ ഓടിക്കൂല. ഞാൻ ഒരു മണിക്കൂർ ഓടിക്കാൻ ചെയ്യും. അല്ലല്ല, 1 മണിക്കൂർ ഞാൻ ഓടിക്കാം. അതാണ് അതിന്റെ ശരി. കാരണം ഇതിലിപ്പോ ഒരു മണിക്കൂർ 10 കിലോമീറ്റർ ഓടുള്ളൂ. അത് ഇന്റെ കുറ്റല്ല കേട്ടോ. 1 മണിക്കൂർ ഞാൻ ഓടിക്കാം, പിന്നെ ഞാൻ സൈഡാവാം, എന്നിട്ട് ചിരിക്കുടുക്ക ഓടിക്കാം. ഇക്കോലത്തിലാണെങ്കിൽ ആരും വേണ്ട, ഇതിന് ഡ്രൈവർ വേണ്ടതിങ്ങനെ പൊയ്ക്കോളും. വല്ലേ ഇത് ഇന്റെ ഫാൾട്ടാണ്, നിങ്ങളെ ഫാൾട്ടൊന്നുമല്ല. ഞാൻ ഏറ്റെടുത്ത മുസീബത്താണുള്ളത്. നല്ലപോലെ സനു ഓടിക്കണോടത്ത് ഞാൻ 1 മണിക്കൂർ, ഞാൻ ചോറ് കഴിച്ചല്ലേ എന്നാ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കാച്ചിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. എന്തൊരു കഷ്ടാ നോക്കണം. എടാ നീ എവിടുന്ന ചിരിക്കുടുക്ക, ഞാൻ എവിടുന്ന ഓടിക്കണത്? കൃഷ്ണഗിരിക്ക് 210 കിലോമീറ്റർ അല്ലേ? പിന്നെ ഓടിക്കുന്ന ഓടിക്കോളാം. ഞാൻ സേലത്തുനിന്ന് ന്യൂട്രാക്കിന്റെ പാലക്കാട് 100 കിലോമീറ്റർ നമുക്ക് ട്രൈ ചെയ്യാം. ഓ എന്റെ അമ്മോ, എന്താണ് ട്രക്കേറാ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പൊയ്ക്കോട്ടെ ട്രക്കേറാ. ഇറുക്കോട്ടാവോ 2 ആളും കൂടിയിട്ടില്ലേ? വാതിലിന്റെ ഇടയിൽ പല്ലി വെട്ട പോലെ 2 ആളും കൂടി അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കും. അല്ല, കുറച്ച് പെയ്ത്തത് പോലെ കേറി വരികയാണ്. ഇപ്പൊ എന്താ ഞാൻ കാട്ട ഫൗളാണ്. പക്ഷെ നിവർത്തി കേറുകൊണ്ട് കുറച്ച് കേറുകയാണ്. വാതിലിന്റെ ഇടയിൽ പല്ലി വെട്ട പോലെ ആവും. ഇതിന് എത്ര ഇല്ലേ? ഇപ്പൊ നമ്മളാ ഭക്ഷണം കഴിച്ചിട്ട് കേറിയതിന്റെ തിരക്കാന്നു. ടോളിന്റെ തിരക്ക് ഈ തിരക്ക് എന്താ ഇജ്ജ് പറയണു? ടോൾ ഗേറ്റ് വരുന്നുണ്ട്. എന്തായാലും പെട്ടു. നാളെ അല്ല മറ്റന്നാളെ ഇലക്ഷനാണ്. അപ്പൊ വരവ് നിർബന്ധമാണ്. ഇവർക്കൊന്നും വരാൻ താല്പര്യമില്ല. അവർക്കൊക്കെ അവിടെ തന്നെ നിൽക്കണം. ഞാൻ പറ്റൂല മക്കളെ. ഇലക്ഷൻ എന്തായാലും നാട്ടിലെത്തിയേ പറ്റും. വിലപ്പിടിച്ച വോട്ടുകൾ നമ്മൾക്ക് കളയാൻ പറ്റുമോ? ഒക്കെയാണ് ഇപ്പൊ അവർ ഇന്നെ കളിയാക്കണം. എങ്ങൾക്ക് അവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റോഡ് അടിച്ചിറക്കിയാലും ഇറക്കിയിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് കിണറുണ്ട് അവിടെ, അതിലാണ് ചാടാ. ബൈക്കില് പോകണമെങ്കിൽ ബൈക്ക് അല്ലല്ല അത് പോടാ. ഇല്ല പോകൂലല്ലേ? പോവും. ആ പിക്ക പോകൂലല്ലേ? ഇങ്ങനെ പോണോടെ പോവാം. വിടില്ല.
ഓൻ കയറും, ഇവൻ കയറിയാ ഓനക്ക് കയറാൻ സ്ഥലം നമ്മൾ കൊടുത്താൽ ഓൻ കയറിയാ ഞാനും നമുക്ക് കയറാം. ഓണടിച്ചോളിട്ടോ. ആകെ കയറാം, അതൊക്കെ ഞാൻ കയറാം, അതൊന്നും വിഷയമല്ല. ഇനി അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ആ ഇല്ലേ, ഒന്നും വിഷയമല്ല. കുണ്ടൊക്കെ നമ്മള് പോവാം. നിവർത്തിക്കേടുണ്ടോ മക്കളെ, കുറെ നേരമായി നിൽക്കുന്നു. മര്യാദക്കാരായിട്ട് കുറെ നേരം നിന്ന് നോക്കി. പിന്നെ നമ്മള് ഒറിജിനൽ മലപ്പുറം സ്വഭാവം കാണിക്കാം. ഇനി നമ്മള് ശരി മലപ്പുറക്കാരൊന്നും വന്നിട്ട് എന്താ പൊങ്കാലിടാൻ നിക്കണ്ട. ക്ഷമ കെട്ടപ്പോ പൂവന്നെ, നിവർത്തിയില്ല. അങ്ങനെ ഞങ്ങള് കഴിച്ചില്ലായി കണ്ടാ. നമ്മള് കഴിച്ചില്ലായി. അല്ലണ്ടല്ലോ ഞാന് ഇതില് കുടുങ്ങിയപ്പോ ഓനക്കൊന്നും ആർക്കും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. എന്തായാലും കുറച്ചു നേരം ബ്ലോക്കിൽ നിന്നതിന് ഇപ്പൊ നമ്മള് കഴിച്ചിലായി. ആംബുലൻസ് അടക്കം മക്കളെ ബ്ലോക്കിൽ പെട്ട് കിടക്കാണ്. കണ്ടോ, നിങ്ങളെ കണ്ടോ ആംബുലൻസ്? എന്റെ ബാക്കിലായിരുന്നു. നമ്മളൊക്കെ അതിന് ഗ്യാപ്പ് കൊടുത്തു. ആ ഗ്യാപ്പിലൂടെ ഒക്കെ കയറി വന്നു. അത് കയറിയപ്പോ അതിന്റെ ഗ്യാപ്പിലൂടെ ഞങ്ങളും കയറി വന്നു. പക്ഷെ ഇപ്പൊ ഒരു നിവർത്തിയില്ല, ആംബുലൻസ് മുന്നേക്ക് പോണില്ല. അവിടെ 2 ലോറികൾ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് തന്നെ, ഭയങ്കര. കുറച്ച് ബ്ലോക്ക് ഞങ്ങൾ കഴിച്ചിലായപ്പോ സമാധാനമായിട്ട് ഡ്രൈവ് ചെയ്തു. അപ്പോഴേക്കും വീണ്ടും അടുത്ത ബ്ലോക്കിൽ വന്ന് പെട്ടു. മൊത്തം ബ്ലോക്ക്. അപ്പൊ ഞങ്ങളെ മുന്നിൽ ഇപ്പൊ ഈ ആംബുലൻസ് ഒരു 10 മിനിറ്റ് ഇപ്പൊ ഞങ്ങളിവിടെ നിൽക്കണം. ഇനിയിപ്പോ വീഡിയോ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണെങ്കിൽ അറിയാം എത്ര സമയം നിൽക്കേണ്ടി വരുന്നു. പക്ഷെ ഒരു ലോങ് വീഡിയോ ആവില്ല. അതുകൊണ്ട് വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യണം. പോലീസിനെ കിട്ടിയോ? കിട്ടിയില്ലേ? ആ പോലീസിനെ കിട്ടിയോ? ഇവിടുത്തെ അവസ്ഥ തന്നെ കാണണ്ട. പോലീസ് ഉദ്യോഗസ്ഥർ പോലും മാസ്ക് ഇട്ടിട്ടില്ല. ഞങ്ങള് മെറൈൻ ബീച്ചോ കടപ്പുറത്ത് പോയി ഞങ്ങൾ മാസ്ക് ഇട്ടിട്ടില്ല. പക്ഷെ ആരും മാസ്ക് ഉപയോഗിക്കുന്നത് ചെന്നൈന്റെ അവസ്ഥയാണിത്. അതായത് ഓഫീസേഴ്സ് ആണ്, ഇവര് പോലും മാസ്ക് ഇടാതെ ഈ ജനങ്ങള് ഇത്രയും ട്രാഫിക്കിലും ഇതിലും നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഓഫീസേഴ്സ് മാസ്ക് ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ മാസ്ക് ഇടാത്തതിന്റെ കുറ്റം പറയാലോ. പക്ഷെ നമ്മൾ ഓൺ സേഫ്റ്റി നമ്മൾ മാസ്ക് ഇടണം, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഞങ്ങൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഏരിയകളിൽ മാസ്ക് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോവും വീഡിയോ എടുക്കുമ്പോൾ ഒരു അസൗകര്യം കൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കാത്തത്. അല്ലാതെ നമ്മളൊരു പബ്ലിക്കിലേക്ക് പോകുമ്പോൾ മാസ്കും സാനിറ്റൈസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ചെന്നൈന്റെ അവസ്ഥ എനിക്ക് കാണുന്നത്, പോലീസുകാരാണ് ഇപ്പൊ 2 പോലീസ്, ട്രാഫിക് പോലീസ് അവിടെ നിന്നിട്ട് മാസ്ക് ഇടാതെ അവർ നിൽക്കുന്നത് കണ്ട്. ഓക്കെ, ഇതാ